നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ മുഴുവൻ വിമാനങ്ങളും റദ്ദാക്കി യാത്രക്കാരെ ആകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ബജറ്റ് എയർലൈനായ ഗോ ഫസ്റ്റ്. മെയ് 3-4 തീയതികളിൽ, അതായത് ഇന്നും നാളെയുമായി ചാർട്ട് ചെയ്തിരുന്ന വിമാനങ്ങളാണ് ഒറ്റയടിക്ക് വിമാന കമ്പനി റദ്ദാക്കിയത്. ഒമാനിൽ നിന്നുള്ള വിവിധ സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ബുധനാഴ്ച കണ്ണൂർ മസ്കറ്റ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 4-ന് കൊച്ചിയിൽ നിന്ന് മസ്കത്തിലേക്കുള്ള വിമാനവും നിർത്തലാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച കണ്ണൂർ ദുബായ് വിമാനവും റദ്ദാക്കിയിരുന്നു. ബുധനാഴ്ച കണ്ണൂരിൽ നിന്നുള്ള ദുബായ് അബുദാബി സർവീസുകളും നിർത്തലാക്കിയതിൽപ്പെടും. മുന്നറിയിപ്പില്ലാതെ ഇത്രയധികം സർവീസുകൾ റദ്ദാക്കിയതിൽ ആശങ്കയിലാണ് ടിക്കറ്റ് എടുത്ത് കാത്തിരുന്നവർ. നിലവിൽ ഗോ ഫസ്റ്റിന്റെ 50% വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻ പുതുതായി ബുക്കിംഗ് സ്വീകരിക്കുന്നതും നിർത്തിവെച്ചിരിക്കുകയാണ്. വിമാന നിർമ്മാണ കമ്പനിയായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളാണ് എയർലൈന് തിരിച്ചടിയായത്. വിമാനത്തിന്റെ എഞ്ചിൻ ലഭ്യമാകുന്നതിൽ അമേരിക്കൻ കമ്പനിയായ പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ ഇന്റർനാഷണൽ എയ്റോ എഞ്ചിൻ വീഴ്ച വരുത്തിയതാണ് ഗോ ഫസ്റ്റിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. 61 വിമാനങ്ങളുള്ള കമ്പനിയുടെ 28 വിമാനങ്ങൾ പറക്കൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിൽ 25 എണ്ണവും എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ടാണ്. 2019 ഡിസംബറിൽ പ്രാറ്റ് ആൻഡ് വിറ്റ്നി നൽകിയ എഞ്ചിനുകളിൽ 7% മാത്രമായിരുന്നു തകരാറിലായത്. 2020 ഡിസംബറിൽ ഇത് 31%, 2022 ഡിസംബറിൽ 50%, ഇത് കൂടി. പുതിയ എഞ്ചിൻ സമയബന്ധിതമായി ലഭ്യമാക്കാമെന്ന ഉറപ്പുകളും ലംഘിക്കപ്പെട്ടു. ഇത് ഗോ ഫസ്റ്റിന്റെ പണലഭ്യതയെ ബാധിച്ചു. അടുത്ത 3-4 മാസങ്ങളിൽ കൂടുതൽ എഞ്ചിനുകൾ തകരാറിലാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കമ്പനി പൂട്ടൽ ഭീഷണിയിലാണെന്നും എത്രയും വേഗം ആർബിട്രേഷൻ വിധി പ്രകാരം എഞ്ചിനുകൾ ലഭ്യമാക്കുന്നതിന് നിർദ്ദേശിക്കണമെന്നും കാണിച്ച് അമേരിക്കയിലെ ഡെലാവെയർ ഫെഡറൽ കോടതിയിൽ ഗോ ഫസ്റ്റ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എണ്ണ കമ്പനികൾക്ക് വ്യോമയാന ഇന്ധന വില ഇനത്തിൽ നൽകാനുള്ള തുക കുടിശ്ശികയായതും സർവീസുകൾ നിർത്തിവെക്കാൻ കാരണമായി. എന്നാൽ കൂടുതൽ നിക്ഷേപകരെ കമ്പനിയിലേക്ക് ആകർഷിപ്പിച്ച് പ്രതിസന്ധി മറികടക്കാനാണ് കമ്പനിയുടെ ശ്രമം. 5000 ജീവനക്കാരുള്ള കമ്പനി വൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. സർവീസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ മുഴുവൻ പണവും തിരികെ നൽകുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ പണം അടച്ച രീതിയിൽ തന്നെ പണം തിരികെ നൽകും. തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹകരണവും നൽകാൻ തയ്യാറാണെന്നും കമ്പനി വ്യക്തമാക്കി. കമ്പനി വെബ്സൈറ്റിൽ നിന്നും ആപ്പുകളിലൂടെയും ടിക്കറ്റ് എടുത്തവർക്ക് അതാത് അക്കൗണ്ടുകളിലേക്ക് പണം മടക്കി നൽകും. നിലവിലെ പ്രതിസന്ധിയിൽ ടിക്കറ്റ് തുക തിരികെ നൽകുന്നത് മാത്രമാണ് സാധ്യമാവുകയെന്ന് എയർലൈൻസ് അറിയിച്ചു. മറ്റ് എയർലൈനുകളിലേക്ക് ടിക്കറ്റ് മാറ്റി നിശ്ചയിക്കാനാവില്ല. ടിക്കറ്റ് ലഭ്യതയിൽ അനിശ്ചിതത്വം ഉള്ളതിനാൽ മറ്റ് തീയതികളിലേക്ക് പുനഃക്രമീകരിക്കാനാവില്ലെന്നും കമ്പനി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.